യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രയേൽ ആക്രമണം. പ്രസിഡൻഷ്യൽ സമുച്ചയത്തിന് സമീപത്ത് അടക്കം സ്ഫോടനമുണ്ടായതായ റിപ്പോർട്ട്. ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ആക്രമണം. അനുപമ ശ്രീദേവിയുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അനുപമ, ഈ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി എന്നോണമാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം? എപ്പോഴായിരുന്നു ഇത്? വിവരങ്ങൾ. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. അത് ഈ മിസൈൽ പതിച്ചതിന് ശേഷവും ഉഗ്രസ്ഫോടന ശേഷിയുള്ള സ്ഫോടന വസ്തുക്കൾ നിറച്ചുള്ള ഒരു മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ ആയിരുന്നു അത്. ഇത്തരത്തിലുള്ള ആദ്യത്തെ ആക്രമണമാണ് യമനി ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഇസ്രയേലിലേക്ക് ഉണ്ടാകുന്നത്. ഇതിനൊരു തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ യമനിൽ തലസ്ഥാനമായിട്ടുള്ള സനായിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ഈ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള അൽമസിറ TV അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സനായിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് സമീപത്തും അതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള മിസൈൽ ബേസുകൾക്കും എണ്ണ വൈദ്യുത നിലയങ്ങൾക്കും സമീപം ഒന്നിലധികം ആക്രമണങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നേരത്തെ ഈ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന ആക്രമണത്തെ തുടർന്ന് ആളപായമോ പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളോ ഒന്നും ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ നമുക്കിവിടെ ഇതിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ ഈ ഗാസയിൽ യുദ്ധം ആരംഭിച്ച 2023 മുതൽ തുടർച്ചയായിട്ട് ഈ ഇറാൻ ആക്സിസ് ഉൾപ്പെടുന്ന യമനി ഹൂതികൾ ഇസ്രയേലിന് നേർക്ക് തുടർച്ചയായിട്ട് ഈ മിസൈൽ ആക്രമണങ്ങൾ നടത്തി വന്നിരുന്നു. അതിന് തിരിച്ചടിയായിട്ട് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധേയമായിട്ടുള്ള ഈ ഒരു അടുത്ത കാലത്താണ് ഹൊദൈദയിലെ തുറമുഖം ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഒരു വലിയ ആക്രമണം നടത്തുകയും വലിയ നാശനഷ്ടങ്ങൾ യമൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം ഒരു തുടർച്ചയായിട്ട് ഒരു പ്രത്യാക്രമണം ആണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. നേരത്തെ ഇപ്പോൾ ഇറാൻ അടക്കമുള്ള സാഹചര്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെയും ഈ യമനി ഇസ്രയേൽ സംഘർഷമായി ഇപ്പോഴത്തെ സാഹചര്യം മാറുമോ എന്ന് വ്യക്തമല്ല. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നാശനഷ്ടങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളപായം ഉണ്ടായോ എന്നതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ വിശദീകരണം ലഭിക്കുന്നില്ല, റിപ്പോർട്ടുകൾ വരുന്നില്ല. ഔദ്യോഗികമായിട്ടുള്ള ആ റിപ്പോർട്ടുകൾ കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. അഖില. അനുപമ ശ്രീദേവിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.